മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകളാലും അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പുതിയ ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ മാസത്തിലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്നതിൻ്റെ ഒന്നാമത്തെ ദിവസമാണ് ഈ ദിവസം. ഈ ദിവസത്തെ നമ്മുടെ വിചിന്തനത്തിനായിട്ട് നാം എടുക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 22ഉം 23ഉം തിരുവചനങ്ങളാണ്. ഈ വചനത്തിൽ നമ്മളിങ്ങനെ കാണുകയാണ്: കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. ഒരു ജനതയുടെ മുഴുവനും പ്രതീക്ഷയുടെ പൂർത്തീകരണമാണ് ഈശോയുടെ ജനനത്തിൽ സംഭവിക്കുന്നത്. പാപം മൂലം അധപ്പതിച്ച് ജീവിതത്തിലേക്ക് ദുരന്തങ്ങളും ദുരിതങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന് അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനം ദുരിതങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുമ്പോൾ ഒരു രക്ഷകന് വേണ്ടി അവർ പ്രാർത്ഥിച്ചിരുന്നു, പ്രതീക്ഷയോടെ കാത്തിരുന്നു. ആ കാത്തിരിപ്പിൻ്റെ ഫലമാണ് ഈശോയുടെ ജനനം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ജനത്തിൻ്റെ നടുവിൽ ദൈവം നൽകുന്ന പ്രത്യാശയാണ് ഈ വചനത്തിലൂടെ നമ്മൾ കാണുന്നത്. ഒരു രക്ഷകൻ അവർക്കായി പിറക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്നാണ് അർത്ഥം. ദൈവം ദൂരെ നിൽക്കുന്നവനല്ല, ദൈവം കൂടെ നിൽക്കുന്നവനാണ്, കൂടെ വരുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പിറവിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുമ്പോൾ ഈ ഒരു ചിന്തയാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഈ ദിവസം ഈശോയുടെ പിറവി നമുക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ, ആ പിറവിയിൽ യഥാർത്ഥ സന്തോഷവും ആനന്ദവും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണമെങ്കിൽ ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഈ ദിവസങ്ങളിൽ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം കൂടെ നിൽക്കുന്നവനാണ്, കൂടെ വരുന്നവനാണ്. നിൻ്റെ അപ്പൻ, നിൻ്റെ അമ്മ, നിൻ്റെ സുഹൃത്തുക്കൾ, നിൻ്റെ സഹോദരങ്ങൾ എങ്ങനെ നിൻ്റെ കൂടെ നിൽക്കുന്നോ, നിൻ്റെ അരികിൽ സാന്നിധ്യമായിട്ട് നിൽക്കുന്നോ, അതുപോലെ തന്നെ നിൽക്കുന്നവനാണ് ദൈവമെന്നാണ് ഈ തിരുവചനം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. നിൻ്റെ അരികിൽ നിൽക്കുന്ന ദൈവത്തെ കാണാൻ, അനുഭവിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? അത് അനുഭവിക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിവസം ഈ ഒരു അനുഭവം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഈ അനുഭവം ഈശോയുടെ പിറവിത്തിരുന്നാൾ ആഘോഷിക്കുന്ന ആ ദിവസം വരെ നിലനിർത്തുവാൻ, അത് ജീവിതത്തിൽ മരണം വരെ നിലനിർത്തുവാനായിട്ട് പിന്നീട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ദൈവം കൂടെ നിൽക്കുന്നവനാണ്, കൂടെ വരുന്നവനാണ്. നീ എവിടെ പോയാലും ദൈവം നിൻ്റെ കൂടെയുണ്ടാകും. നീ എത്രമാത്രം സങ്കടത്തിൽ നിന്നാലും ദൈവം നിൻ്റെ കൂടെയുണ്ടാകും. നീ ഏതെല്ലാം ഇല്ലായ്മകളിൽ നിന്നാലും ദൈവം നിൻ്റെ കൂടെയുണ്ടാകും. ദൈവം നിന്നെ കൈവിടുന്നില്ല. കാരണം അവൻ ഇമ്മാനുവേല, ഒരു ജനത്തിൻ്റെ പ്രതീക്ഷ മുഴുവനും ഏറ്റുവാങ്ങിക്കൊണ്ട് അവനെ രക്ഷിക്കുവാനായിട്ട് ലോകത്തിലേക്ക് വന്ന കർത്താവ് നിനക്ക് രക്ഷ നൽകും. ദൈവം കൂടെ നിൽക്കുന്നവനാണ്, കൂടെ വരുന്നവനാണ്. ഈ ദിവസം ഈ ഒരു അനുഭവം നേടിയെടുക്കുക. എൻ്റെ അരികിൽ എൻ്റെ ദൈവമുണ്ട്. കരങ്ങളെ യാചനയോടെ പിടിച്ച് കൂടെ നിൽക്കുന്നവനായ, കൂടെ വരുന്നവനായ ഈശോയെ വിളിച്ച് നിൻ്റെ ഈ ദിവസത്തെ എല്ലാ കാര്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഈ ദിവസത്തെ ഇവരുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഇവരുടെ അധ്വാനങ്ങളിൽ ഇവരെ സഹായിക്കണമേ. കർത്താവേ, ഇവരുടെ ജീവിതത്തിൻ്റെ വഴികളിൽ, അധ്വാന മേഖലകളിൽ അങ്ങയുടെ സാന്നിധ്യം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. ഈ ദിവസം അങ്ങ് കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഓരോ കാര്യം ചെയ്യുവാൻ ഇവരെ സഹായിക്കണമേ. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈശോയെ. ഇവരുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ, അധ്വാനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്നും സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും
നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങൾ നിർവീര്യമായി തീരട്ടെ. അന്ധകാരത്തിൻ്റെ കെട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.